രാഷ്ട്രീയ വൃത്തങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചും സാമ്പത്തിക തിരിമറികളുടെ തനി നിറം പുറത്തു കൊണ്ടുവന്നും മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക കണ്ടെത്തലുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഭരണ നേതൃത്വത്തിന്റെ തണലിൽ ഉയർന്നു വന്ന സാമ്പത്തിക സാമ്രാജ്യങ്ങളുടെ പുകമറകൾ ഓരോന്നായി താഴെ വീഴുമ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പങ്കാളിയായ ലേക്കർ ഇന്ത്യ കോർപ്സ് എന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ തട്ടിപ്പിന്റെ വൻ വലയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓഫീസും വെയർഹൌസും റീറ്റെയിൽ ഹോൾസെയിൽ ശൃംഖലകളും ഒക്കെയായി കടലാസിൽ വൻകിട വാണിജ്യ സാമ്രാജ്യമായി പടുത്തുയർത്തിയ ലേക്കർ ഇന്ത്യ കോർപ്സ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് പന്തീരാങ്കാവിലെ ഒരു വാടക കെട്ടിടത്തിലെ മുകളിലത്തെ ഒറ്റമുറിയിലാണ്. സ്ഥാപനത്തിന്റെ പേര് പോലും ഒരു വെള്ളക്കടലാസിൽ കുത്തിക്കുറിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ പേപ്പർ കമ്പനിയുടെ അവസ്ഥ തന്നെ വൻതോതിലുള്ള അഴിമതിക്കും സാമ്പത്തിക ക്രമക്കേടുകൾക്കും മറ പിടിക്കാനായി നിർമ്മിച്ച വ്യാജ പ്രതിച്ഛായയെ പൂർണ്ണമായും പൊളിച്ചെടുക്കുന്നുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ എന്ന പേരിൽ വ്യാജധാരണ പരത്തി കെട്ടിടം വാടകയ്ക്കെടുത്ത് നടത്തിയ ഈ കണ്ണഞ്ചിക്കുന്ന നാടകം അഴിമതിയുടെ വേരുകൾ എത്രത്തോളം ആഴത്തിലാണ് പടർന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മാസപ്പടി കേസിൽ അന്വേഷണം വീണയുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഇഡി പരിശോധനയിലൂടെ പുറത്തു വരുന്നത് കേവലം ഒരു കമ്പനിയുടെ വിവരങ്ങളല്ല, മറിച്ച് അധികാരത്തിന്റെ മറവിൽ നടന്ന ആസൂത്രിത തട്ടിപ്പുകളുടെ പച്ചയായ തെളിവുകളാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ പങ്കാളിത്തത്തിലുള്ള ലേക്കർ ഇന്ത്യ കോർപ്സ് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ ഒറ്റമുറിയിലാണ്. സ്ഥാപനത്തിന്റെ പേരാകട്ടെ വെള്ളക്കടലാസിൽ എഴുതി ഒട്ടിച്ച നിലയിലും. കോഴിക്കോട് പന്തീരാങ്കാവിന് സമീപത്തെ 2 നില കെട്ടിടത്തിലെ 1-ാം നിലയിലെ ഒറ്റമുറിയിലാണ് സ്ഥാപനം. കെട്ടിട ഉടമ മുഹമ്മദ് അലിയുടെ മൊഴി പ്രകാരം 3 വർഷം മുമ്പാണ് ഡോക്ടർ അനീസിന്റെ പേരിൽ മുറി വാടകയ്ക്ക് നൽകിയത്. മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള മുറി എന്ന നിലയിലാണ് സ്ഥലം വാടകയ്ക്ക് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. വീണ വിജയനാണ് സ്ഥാപനത്തിന് പിന്നിലെന്ന് അറിയാമായിരുന്നെങ്കിൽ കെട്ടിടം വാടകയ്ക്ക് നൽകില്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2023 ലേക്കർ ഇന്ത്യ കോർപ്സ് ആരംഭിച്ചത്. പങ്കാളിത്ത സ്ഥാപനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീണയുടെ പേരിലാണ്. ഓഫീസ്, വെയർഹൌസ്, ഡിപ്പോ, റീറ്റെയിൽ, ഹോൾസെയിൽ ബിസിനസ്സുകൾ എന്നിവയാണ് സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ രേഖകളിൽ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ സംവിധാനങ്ങളൊന്നും ഒറ്റമുറി സ്ഥാപനത്തിൽ പ്രകടമല്ല എന്നതും ശ്രദ്ധേയമാണ്. വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച രേഖകളിലൂടെയാണ് ലേക്കർ ഇന്ത്യ കോർപ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ശക്തമാക്കുന്നതിനിടെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനവും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത്. ലേക്കർ ഇന്ത്യ കോർപ്സിന്റെ സാമ്പത്തിക ഇടപാടുകൾ, പ്രവർത്തനം, പങ്കാളിത്തം എന്നിവ അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡി പരിശോധിച്ചു വരികയാണ്. സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രവർത്തനവും സാമ്പത്തിക ഇടപാടുകളുടെ സ്വഭാവവും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പരിശോധനയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ.